സാധാരണ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ ഗുണകരമാകുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. നാളെ മുതൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു GST പരിഷ്കരണം. പ്രധാനമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയത് അത് സ്വാതന്ത്ര്യദിനത്തിന് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ദീപാവലി സമ്മാനമായി ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, GST പരിഷ്കരണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതിനുശേഷം GST കൗൺസിൽ ചേരുന്നു, നിർണായക തീരുമാനങ്ങൾ എടുക്കുകയുമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുന്നു, എത്രത്തോളം ആളുകൾക്ക് ആ ഗുണം കിട്ടുന്നു, മാത്രമല്ല എന്തുകൊണ്ട് GST പരിഷ്കരണം നടപ്പിലാക്കി എന്നുള്ളത് കൃത്യമായി പ്രധാനമന്ത്രി പറയുകയാണ്. സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് പലപ്പോഴായി നേരിടുന്നുണ്ട്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഈ സർക്കാരിന്റെ നയമാണ്. 25 കോടിയോളം ജനങ്ങളാണ് ഈ സർക്കാർ വരുന്നതിന് മുന്നേ വലിയ തരത്തിൽ ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരുന്നത്. അവരെ ഇപ്പോൾ മുന്നിലേക്ക് എത്തിക്കാൻ ഇത്തരം GST പരിഷ്കരണങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ രീതിയിൽ സമ്പാദ്യശീലം ജനങ്ങളുടെ ഏറ്റവും വലിയ മുഖമുദ്രയായി മാറുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ആത്മനിർഭർ ഭാരത്, അത് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്. സ്വന്തം ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മൾ തന്നെ ഉപയോഗിക്കുന്നു, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ വലിയ രീതിയിൽ വിജയിക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അപ്പോഴും പ്രധാനമന്ത്രി ഒരു കാര്യം അക്കാര്യത്തിൽ പറയുന്നുണ്ട്. ആത്മനിർഭർ ഭാരതാണ്, പരമാവധി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇപ്പോഴും വിദേശ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു പോരുകയാണ്. അതൊക്കെ തന്നെ ഒഴിവാക്കണം. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചെറുപ്പക്കാരായ നിരവധി ആളുകൾ ഇത്തരത്തിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വഴി രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഗുണകരമാകും എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിൽ ഈ GST പരിഷ്കരണം ഗുണകരമാകുന്നത് സാധാരണ ജനങ്ങൾക്ക് എത്തുന്നത് പോലെ തന്നെ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ തുടങ്ങിയവർ കൂടിയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ കുറെ കൂടി വിറ്റുപോകാൻ ഇത് ഗുണകരമാകുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. മാത്രമല്ല GST പരിഷ്കരണം ഇതിപ്പോൾ നവരാത്രി ഉത്സവമാണ്. ഇതൊരു കരുതലിന്റെ സമ്പാദ്യശീലത്തിന്റെ ഉത്സവമായി കൂടി മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന്, ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ 4 സ്ലാബ് 2 സ്ലാബായി മാറ്റിയിരിക്കുന്നു. ഇനി അത് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ നടപടികൾ ഉണ്ടാകും, അടുത്ത ഘട്ടമുണ്ടാകും. അതോടുകൂടി തന്നെ നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് കുറെ കൂടി ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് കൂടി ഗുണകരമാകുന്ന ഒരു പരിഷ്കരണമായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. ഏതായാലും ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടമാണ്. ആ ഒരു സമയത്താണ് ഇത്രയധികം സാധാരണക്കാരന് ഗുണകരമാകുന്ന പദ്ധതികൾ, പരിഷ്കാരങ്ങളൊക്കെ തന്നെ വരുന്നത്. സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പനീറടക്കം പാലുൽപ്പന്നങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് പാക്ക് ചെയ്ത് വരുന്ന ഭക്ഷണ വസ്തുക്കളുണ്ട്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുണ്ട്, ഗൃഹോപകരണ വസ്തുക്കളുണ്ട്. ഇങ്ങനെ നിരവധിയായ വസ്തുക്കളുടെയാണ് വില കുറയുന്നത്. ഒപ്പം തന്നെ ജീവൻ രക്ഷാ മരുന്നുകളുണ്ട്, അത് 33 എണ്ണത്തിന്റെയാണ് ക്യാൻസർ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായിരുന്ന പല കാര്യങ്ങളും പ്രാപ്യമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും നിർദ്ദേശങ്ങളുമാണ് GST പരിഷ്കരണത്തോടെ മുന്നോട്ട് വെച്ചതെന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞിരിക്കുന്നത്. ജനി, ഈ GST പരിഷ്കരണം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഈ ആശങ്ക ആദ്യ തുടക്കത്തിൽ GST നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ആശങ്ക പങ്കുവച്ചതാണ്. കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് വലിയ കുറവുണ്ടാവും. സ്വാഭാവികമായും ആ സമയത്ത് GSTക്ക് നഷ്ടപരിഹാരം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ പിന്നീട് അത് പല ഘട്ടങ്ങളിലായി കുടിശ്ശിക വരുന്ന സാഹചര്യം. ഇപ്പോൾ നിലവിൽ പല സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴും തുക കിട്ടാനുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല ആ കാലാവധി കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ GST പരിഷ്കരണം വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയത് ഏകദേശം വലിയ രീതിയിൽ, അതായത് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് GST നഷ്ടം ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷെ അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. സാധാരണ ജനങ്ങൾക്ക് ഗുണകരമാകും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള നയനീക്കം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിശദമായ ഒരു പഠനം നടത്തിയിട്ടാണ് ഇത്തരം നിലപാടുകൾ മുന്നോട്ട് വെച്ചത്. മറ്റൊരു ആക്ഷേപം കൂടി GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇത്തരം സംവിധാനങ്ങളുടെയൊക്കെ തന്നെ വില കുറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അസംസ്കൃത വസ്തുക്കൾ, ഇപ്പോൾ ചെറിയ കാറുകൾക്ക് വില കുറയുന്നുണ്ട്, ഒപ്പം തന്നെ 350 cc താഴെയുള്ള വാഹനങ്ങളുടെ, ഇരുചക്ര വാഹനങ്ങളുടെ വില കുറയുന്നുണ്ട്, സൈക്കിളുകളുടെ വില കുറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും ഇതിന്റെയൊക്കെ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ GSTയിൽ കുറവുണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ചർച്ച ചെയ്ത് പരിഹരിച്ചു എന്നുള്ളതാണ് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഏതായാലും 80,000 കോടിയോളം രൂപ ഇത്തരത്തിൽ വലിയ തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം വരുമെന്നുള്ളതാണ് കണക്കാക്കുന്നത്. 10,000 കോടി രൂപ കേരളത്തിന് മാത്രം നഷ്ടം വരുമെന്ന് കേരളം ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ GST പരിഷ്കരണത്തിൽ തന്നെയാണ് 40% GST പുകയില ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ ഏർപ്പെടുത്തിയത്. പക്ഷെ അത് ഈ ഘട്ടത്തിൽ പ്രാബല്യത്തിലേക്ക് വരുന്നില്ല എന്നുള്ള കൂടി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 2 സ്ലാബുകൾ മാത്രമാണ് ഇപ്പോൾ പ്രാവർത്തികമാകുന്നത്. അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ടം. ഏതായാലും അടുത്ത ഘട്ടമുണ്ടെന്ന് പ്രധാനമന്ത്രി പറയുന്നു.
കുറയ്ക്കുന്നത് ഈ 40% കൂടി കണക്കെടുത്തിട്ടാണ്. കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക്, അതായത് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കാത്ത, സ്ഥിരമായി ദൈനംദിനമായി ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് GST വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കുറവിനെ കേന്ദ്ര സർക്കാർ പരിഹരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ 2 സ്ലാബുകളിൽ ഉണ്ടാകുന്ന കുറവ് നേരത്തെ കൂട്ടിയ സ്ലാബിൽ നിന്ന് കിഴിച്ച് അതിൽ നിന്നൊരു ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണമായിരിക്കും കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും 40% നികുതി ഇത്തരം വസ്തുക്കൾക്ക് വരുമ്പോൾ ദൈനംദിന ഉപയോഗം അല്ലെങ്കിൽ പോലും പുകയില ഉൽപ്പന്നങ്ങളൊക്കെ നിരവധിയായി ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെയുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ 40% നികുതി അത്തരം ഉൽപ്പന്നങ്ങൾക്ക് വരുമ്പോൾ ഇപ്പുറത്ത് കുറയുന്നത് അതിലൂടെ വരുമാനം ക്രമീകരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്.